9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് ഇത് ഫോളോ ചെയ്യുക. ഇതിൻ്റെ പേര് ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതയുടെ കടപ്പാടുകൾ. A few days ago, I was sitting in a train bound for Stockholm. It was early evening. There was a little light in my compartment and none at all outside. My fellow passengers were dozing and I was very quiet listening to the rattling of the train. അതായത് നമുക്കറിയാം, ട്രെയിൻ യാത്രയിൽ നമ്മളെല്ലാം ട്രെയിൻ യാത്ര നടത്തിയിട്ടുള്ളവരാണ്. ചിലർ എതിരിയിരിക്കുന്നവർ ചിലരിരുന്ന് ഉറങ്ങുന്ന കാണാം. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നവർ കാണും, ചിലർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും. ചില വലിയ ആൾക്കാരൊക്കെ പുസ്തകം കൊണ്ടുവന്ന് നല്ല കട്ടിയുള്ളതാണ് തലയാണ പോലെ വെച്ച് കിടന്നുറങ്ങും. അപ്പം അങ്ങനെ പലതരത്തിലാണ് ഈ യാത്രയിൽ ഓരോ ആൾക്കാർ ഈ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് പുസ്തകത്തിൽ നമുക്ക് ടെസ്റ്റിലുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഒരു യാത്രയിൽ, ട്രെയിൻ യാത്രയിൽ എന്തൊക്കെയാണ് കരുതുന്നത്? ഭക്ഷണം കരുതും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിക്കാനുള്ള ബുക്സ് കരുതാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതും. ഇതാവുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എതിരെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചെറിയ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ. ആൾക്കാരെല്ലാം ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. ചിലർ ഡോസിങ്, ചിലർ മയങ്ങുകയാണ് ഇരുന്നത്. അപ്പം ക്വയറ്റ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിൻ. ഇപ്പോൾ ട്രെയിനിൻ്റെ കടകട എന്നുള്ള ശബ്ദമുണ്ടല്ലോ, അതിങ്ങനെ ചെറുതായിട്ട് ശ്രവിച്ചുകൊണ്ട് നമ്മുടെ സെൽമ ലാഗർലോഫ് എന്ന് പറയുക, ആ ആളാണ്, ആ സ്ത്രീയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ട്. ആൻഡ് ദെൻ ഐ began to think of all the other times I had come up to Stockholm. It had usually been to do something difficult, such as to pass examinations, and now I was coming to receive the prize in literature that too I thought would be difficult. ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട്. നേരത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക്ഹോമിലേക്ക് പോയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? എക്സാമിനേഷനും പഠനവും അങ്ങനെയുള്ളത് സംബന്ധിച്ചാണ് പോയിരിക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല, ഒരു ലിറ്ററേച്ചറിന്, സാഹിത്യത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. Deep within me, however, was a wondrous joy at receiving this praise. വളരെ സന്തോഷമുണ്ട് ഇത് വാങ്ങുന്നതിൽ. I tried to dispel my anxiety by thinking of those who would rejoice as my good fortune. There were my good friends, my brothers and sisters, and first and foremost my old mother, who sitting back home was happy to have lived to see this day. അപ്പം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഒരു പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിൽ ആരാണ്? ചിലർക്കൊക്കെ അസൂയ ഉണ്ടാവും, എന്നാൽ തന്നെയും സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ അഭ്യുദയകാംക്ഷികൾ എന്ന് അവരെ പറയുന്നത്, നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ആൾക്കാർ. അതാരൊക്കെയാണ്? നമ്മുടെ വീട്ടിലുള്ളവർ, അച്ഛന്, അമ്മ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെ വേണ്ടപ്പെട്ടവർ. പിന്നെ ഫ്രണ്ട്സ്, ഇൻഡിവിജ്വൽ ഫ്രണ്ട്സ് ഒരുപാട് നമ്മളെ അഭിനന്ദിക്കും, അതുപോലെ തന്നെ സന്തോഷിക്കും, ചിലർക്ക് മെസ്സേജ് അയക്കും, അങ്ങനെ വേണ്ട കൈ പിടിച്ചു കൊടുക്കും. അങ്ങനെ ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടും. ഇതിപ്പം നമ്മുടെ അമ്മ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നുണ്ട്, പിന്നെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരൊക്കെ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അപ്പം ഫോർച്യൂൺ, നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്, ഭാവിയുടെ കാര്യങ്ങൾ ഓർത്ത് അങ്ങനെയൊക്കെ. But then I thought of my father and felt a deep sorrow that he was no longer. അപ്പോൾ എന്താണ് ഈ സെൽമ ലാഗർലോഫ് എന്ന് പറയുന്ന എഴുത്തുകാരിക്കുണ്ടായിരിക്കുന്ന ഒരു ദുഃഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും സന്തോഷിക്കാറുണ്ട്, പക്ഷേ ഒരാൾ മാത്രമില്ല. അതാരാണ്? ഹെർ ഫാദർ. ഹി വാസ് നോ ലോങ്ങർ അലീവ്. ഇപ്പോൾ ഭൂമിയിലില്ല എന്ന് പറയാൻ, മരിച്ചുപോയി. I could not go and tell him that I had been awarded the Nobel Prize. I knew that no one would have been happier than he to hear this. Yes, it was a deep sorrow to me that I could not tell him. എനിക്ക് ഈ ഒരു നോബൽ പ്രൈസ് കിട്ടിയ കാര്യം അദ്ദേഹത്തിനോട് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം അത് അങ്ങ് മൺമറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടാവും, മകൾക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഞാനിതെന്ന് ചെന്ന് പറയുന്നത്? All rustle and bustle ceased, and the sound of the wheels became a soothing, peaceful melody. The coaches no longer seemed to run on rails and slippers, but to glide into space. അപ്പോൾ ഈ കടകടാ ശബ്ദം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്.
ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ, ഇതിന് സന്തോഷിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ, അച്ഛൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ ഒരു മെലഡി, ഒരു മധുര സംഗീതം പോലെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒരു പീസ്ഫുൾ മെലഡി പോലെ വന്നിട്ട് ഇവിടെ നിന്നും ഈ ഭൂമിയിൽ നിന്നും മേളിലേക്ക് ഉയരുന്ന പോലെ അവർക്ക് തോന്നി. I sat there and thought how much I should like to see my old father again. അച്ഛനെ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും. So light and soundness was the movement of the train that I could hardly imagine. ഞാൻ അങ്ങനെ ഭാവന ചെയ്യുകയാണ്. I was on this earth and I began to daydream, just think if I were going to meet father in paradise. സ്വർഗത്തിൽ പോയി അച്ഛനെ കണ്ടാൽ എങ്ങനെയായിരിക്കും. I seem to have had all such things happening to other people. Why then not to myself? The train went gliding on, but it had a long way to get yet, and my thoughts raced ahead of it. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അച്ഛൻ ആദ്യമായിട്ട് എന്തായിരിക്കും ചോദിക്കുന്നത്, എന്താണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും അച്ഛൻ അങ്ങ് സ്വർഗത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. ഡ്രീമിൽ ഇങ്ങനെയെല്ലാം ചിന്തിക്കുകയാണ്, ഭാവന ചെയ്യുകയാണ്. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അതിന് ചുറ്റും എന്തുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, സൺഷൈൻ, അതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടം അതുണ്ട്, ബേഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അവിടെ കിളികളൊക്കെ നടക്കുന്നുണ്ട്. റോക്കിംഗ് ചെയർ എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കറങ്ങുന്ന ഒരു കസേരയുണ്ട് വരാന്തയിൽ തന്നെ. ഒരു ഗാർഡൻ ഉണ്ട്. He will be reading of course, but when he sees me he will put down his book, push his spectacles high up on his forehead. കണ്ണാടി വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പം ആൾക്കാർ മുകളിലേക്ക് പൊക്കി നെറ്റിക്കോട്ട് എടുത്ത് വെക്കും. അപ്പം കണ്ണിൽ അല്ലാതെ തന്നെ കാണാൻ പറ്റി. ചില അടുത്ത ആൾക്കാരെ കാണുന്നതിന് അങ്ങനെ കണ്ണാടി പൊക്കി മേളിലോട്ട് വെക്കാറുണ്ട്, മുഖത്തെ കണ്ണട. അപ്പം അങ്ങനെ വെച്ചുകൊണ്ട് അപ്പം വായിക്കുന്ന ബുക്സ് എടുത്ത് മാറ്റിയിട്ട് and get up and walk towards me. എൻ്റെ അടുത്തേക്ക് വരും. He will say, good day my daughter, I am very glad to see you. ആഹാ, നീ വന്നോ, എവിടെയായിരുന്നു ഇത്ര നാളും എന്ന് മകളോട് ചോദിക്കും. അതൊരു സ്നേഹത്തിൻ്റെ ഭാഷയാണ്. Why you are here and how are you my child, just as he always used to. എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന, നിനക്ക് സുഖമാണോ, നീ എന്താ ഇപ്പോൾ ഇവിടെയൊക്കെ വന്നേക്കെന്ന് ചോദിക്കും. He will settle again in his rocking chair and only then begin to wonder why I have come to see him. You are sure there is nothing amiss? He will ask suddenly. No father, all is well. എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛാ, എല്ലാം സുഖമായിരിക്കുന്നു, ഒരു കാര്യമില്ലാതെ ഞാൻ വരികയില്ലല്ലോ, ചില കാര്യങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. I will reply. ഞാൻ അന്നേരം അങ്ങനെ പറയും. But then just as I am about to break my news to him, അപ്പോൾ എനിക്ക് പറയാനുള്ള ന്യൂസുകൾ, എനിക്ക് പറയാനുള്ള വർത്തമാനങ്ങൾ ഞാൻ അങ്ങോട്ട് പറയും. I will decide to give it back just a while no longer and to try the indirect approach. I have come to ask you for advice father. I will say, for I am very heavily in debt. ഞാൻ വളരെ വലിയൊരു കടക്കാരിയാണ് എന്ന് അച്ഛനോട് പറയും. അച്ഛൻ്റെ ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരാളെ കടമാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചെന്ന് പറയുന്നുണ്ട്, അവരെന്ത് ചെയ്യും, നമ്മളെ ഉപദേശിക്കും. ഇത് അങ്ങനെയുള്ള ഉപദേശമല്ല, കുറച്ചുകൂടെ സിൻസിയറായിട്ടുള്ള ഉപദേശമാണ് കിട്ടാൻ പോകുന്നത്. ഒരുപാട് സംശയങ്ങളുണ്ട്, അതിനെല്ലാം അച്ഛൻ എനിക്ക് മറുപടി പറഞ്ഞു തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നത്. I am afraid you will not get much help from me in this matter, father will reply. One will say of his place that it has everything except money. എല്ലാ കടങ്ങളും വീട്ടാം, പക്ഷേ സാമ്പത്തികം ഒഴിച്ചുള്ള കടങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. Oh, but it is not money that I owe. Do you remember how you used to play the piano and sing Bellman's songs to us children, and how you would let us read Tegner and Schoenberg and Andersen? അദ്ദേഹത്തിൻ്റെ ഇത്രയും ആൾക്കാരുടെ പണത്തിൻ്റെ കാര്യമുള്ള കടങ്ങളല്ല എനിക്കുള്ളത്. പിന്നെ അച്ഛനറിയാമല്ലോ, ബെൽമാൻസിൻ്റെ സോങ്സ് ഒക്കെ പാടിയിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അതുപോലെ തന്നെ റോൺബർഗ് ആൻഡ് ആൻഡേഴ്സൺ, ഇവരുടെ കാര്യങ്ങളും ഇവരുടെയൊക്കെ ഈ കഥകൾ വായിച്ചിട്ടുള്ളതും എല്ലാം അച്ഛനറിയാവുന്നതാണ്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻടു ഡെറ്റ്. ഇതിൻ്റെ പേരിലാണ് എനിക്ക് ആദ്യം കടമുണ്ടായിരിക്കുന്നത്. ഫാദർ, ഹൗ ഷാൽ ഐ എവർ റിപേ
them for teaching me to love fairy tales and sagas of heroes. ഇതിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരുപാട് ഫെയറി ടേൽസ്, ഇങ്ങനെയുള്ള കഥകളിലൂടെ ഒരുപാട് സംഗതികൾ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഞാൻ വീട്ടുന്നത്? Father will straighten up in his rocking chair and a look of wonder will come into his eyes. I am glad that I got you into this debt, he will say. അദ്ദേഹം കറങ്ങുന്ന കസേരയിൽ റോക്കിംഗ് ചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെറ്റ്. ഇതെല്ലാം കടങ്ങളാണെന്നും അറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് അതിനുള്ള പരിഹാരങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരാം. യെസ്, യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് all of it. Think, of course, of those poor homeless vagabonds who used to travel up and down playing the fool and singing all those songs. പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ നേരത്തെ പറഞ്ഞ ആ സോങ്സ് പാടി നടക്കുന്നു. അവരോട് നമുക്ക് കടപ്പാടില്ലേ? Why do I not owe to them, to their mischief and mad pranks? ഭർത്താവായ തമാശകൾ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകൾ. And the old men and women sitting in their small grey cottage telling me wonderful stories of water sprites and trolls and enchanted madness. എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദിനികളുടെയും ജലദേവതകളുടെയും ഒക്കെ കഥ പറഞ്ഞ് ഇരിക്കുന്ന ഒരുപാട് വൃദ്ധ ദമ്പതികൾ, അതുപോലെ കാട്ടുവാസികൾ എല്ലാം ഉണ്ട്. അവരോടും കടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോബൽ പ്രൈസ് കിട്ടിയ പുസ്തകത്തിലെ പ്രതിപാദിത വിഷയങ്ങളായിരിക്കാം ഇതെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനകത്ത് എഴുതി കഴിയുന്നുണ്ട്. അവരോട് നമുക്ക് കടപ്പാടുണ്ട്. It was they who taught me that there is poetry in hard rocks and black forest. ബ്ലാക്ക് ഫോറസ്റ്റിലും റോക്കിലും പാറയിലും വരെ സംഗീതമുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അവർ. And I am in debt not only to people, there is the whole of nature as well. നേച്ചറിനോട് പോലും, പ്രകൃതിയോട് പോലും, പ്രപഞ്ചത്തോട് പോലും നമുക്ക് കടപ്പാടുണ്ട്. ദ ആനിമൽസ് ദാറ്റ് വാക്ക് ദെയർ, ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്. ആനിമൽസ്, നടക്കുന്ന ആനിമൽസിനുണ്ട്. അതുപോലെ മുകളിൽ കൂടെ പറക്കുന്ന പക്ഷികൾക്കും അവരോടും കടപ്പാടുണ്ട്. ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ദേ ആർ ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രറ്റ്സ്. അവരെല്ലാം അവരുടെ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. Father will be as carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് പറഞ്ഞു, മോളെ ഇതിനെല്ലാം ഒരു റെമഡി ഉണ്ട്, പരിഹാരമുണ്ട്, ഞാനത് നിനക്ക് പറഞ്ഞു തരാം. I don't think, Father, that you really understood how hard it is for me. ഇതെല്ലാം really understand how hard. ഇതെല്ലാം വളരെ കഠിനമാണ്. I am also in debt to my readers. എനിക്ക് എൻ്റെ റീഡേഴ്സുമായിട്ടും കടമുണ്ട്. What would have become of me if no one had wanted to read my books? ഇവരൊക്കെ ഇത്രയധികം പ്രോത്സാഹനം തന്നിരുന്നെങ്കിൽ എൻ്റെ ബുക്കുകൾ ആര് വായിക്കുമായിരുന്നു? And don't forget all those who have written of me. Think of all those in foreign lands who have worked for me. അവരെല്ലാം എനിക്ക് വേണ്ടി ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് വിമർശനങ്ങൾ തന്നിട്ടുണ്ട്, ഒരുപാട് അഭിനന്ദനങ്ങൾ തന്നിട്ടുണ്ട്. ഐ ഓ ദം ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് അവരോട് നന്ദിയുണ്ട്. Father, both of their praise and for their ensure. Yes, Father will say, and I shall see him look a little less calm. ശരി എന്ന് പറഞ്ഞിട്ട് ഫാദർ കുറച്ചു നേരം കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, Remember all who have helped me, Father. I shall say, think of my faithful friend yesterday who tried to open doors for me, who when no one dared to believe in me. ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് വാതിൽ തുറക്കാത്ത എൻഡേഴ്സൺ എനിക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നു തന്നു. All the love that has come to me, the honors, the distinctions, എനിക്ക് ബഹുമതികളും മറ്റ് പ്രശംസകളും എനിക്ക് വേണ്ടി തന്നു കഴിഞ്ഞു. Do you not understand now that I had to come to you to ask how such debts can be paid? How such debts can be paid? എങ്ങനെയാണ് എനിക്ക് അങ്ങനെയുള്ള കടങ്ങൾ കൂടി വീട്ടാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. Father has lowered his head and does not look so hopefully anymore. I agree, daughter. It is not going to be easy to find help for you, but surely there is nothing more you owe anyone. അതൊക്കെ വീട്ടാവുന്നതിലധികമാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ്. Yes, Father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come.
എൻ്റെ ഇനിയും അതിലും അതിഭയങ്കരമായിട്ടുള്ള കടപ്പാടുണ്ട്. അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ദാറ്റ്സ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ ഡെപ്റ്റ്, അതിൻ്റെ ആ കടം എങ്ങനെ വീട്ടാൻ കഴിയും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ. ഫാദർ വിൽ സേ, ഓ യെസ്, ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ഫാദർ പറഞ്ഞു, ഓ യെസ്, ഞാൻ എല്ലാ കാര്യങ്ങളും എന്നാൽ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാഡമി. എനിക്ക് അക്കാഡമിയെ പോലും എനിക്ക് വിശ്വാസമില്ല. ഫാദർ വിൽ സേ, ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ് he will know it is all true, and then every wrinkle in this face will tremble and tears will come into his eyes. അദ്ദേഹത്തിൻ്റെ മുഖം വിറയാർന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടി തിളങ്ങുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയെ ഒഴുകി. എന്തുകൊണ്ടാണ്? സന്തോഷം കൊണ്ടാണ്. Think Father, it is not only honor and money that they are bestowing on me. പണത്തിൻ്റെയും ബഹുമതികളുടെയും കാര്യമല്ല. They have shown that they have trust enough in me to single me out before the whole world. How shall I repay this debt? അതായത് എല്ലാ ലോകത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തുകയാണ് ഈ നോബലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ ഉയർത്തുകയും എല്ലാവരും അറിയപ്പെടാൻ ചെയ്യുന്ന ഒരു തരത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആ കടം എങ്ങനെയാണ് വീട്ടുന്നത്? Father will sit and still no words will come as his things. Then drying tears of joy from his eyes. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ജലം ഉരുണ്ടുകൂടി. He will bang down his fist on the arm of the rocking chair and say, ആ റോക്കിംഗ് ചെയറിലെ കൈകൊണ്ട് ആഞ്ഞിട്ടിച്ചിട്ട്, I will not rack my brains about problems that no one in heaven or on earth can solve. ഈ ഭൂമിയിലും സ്വർഗത്തിലും ഈ അതിലും പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രോബ്ലംസിൻ്റെ പേരിൽ ഞാൻ എൻ്റെ തല ഞെരിക്കുന്നില്ല. അതിനെക്കുറിച്ച് അത്യഗാധമായിട്ട് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല. I am too happy that you worry about anything. ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത് എല്ലാത്തിനുമുള്ള ഒരു പരിഹാരമാണ്. എല്ലാ ഡെപ്റ്റും എല്ലാ കടങ്ങളും വീട്ടാൻ എല്ലാ കടപ്പാടുകളും വീട്ടാൻ കഴിയുന്ന ഒരു ഇതാണ് ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒന്നാണ്. യുവർ മെജസ്റ്റി, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, രാജകീയ പ്രമുഖന്മാരെ, മഹതികളെ, ഹാവിംഗ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. സ്വീഡിഷ് അക്കാഡമിയിലേക്ക് പോവുകയാണ്. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്ത ലാസ്റ്റ് ഇതുവരെ ചോദിച്ച എല്ലാം കരുതിയിരുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും മകളുടെ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം അച്ഛൻ പറഞ്ഞു. ഇതിനെല്ലാം കടം വീട്ടാൻ ഈ ഒരു കാര്യം മതി. അതായത് നിനക്ക് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിനൊക്കെയുള്ളൊരു മറുപടി എന്ന് പറയാം. നമ്മൾ പറയില്ല, നീ 2-3 തവണ തോറ്റാലും നീ ഒരു കാര്യം ചെയ്യുക, അടുത്തതിനൊരു ഇരട്ടി മാർക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഒരു റാങ്ക് മേടിക്കുക, ഫസ്റ്റ് ക്ലാസ് മേടിക്കുക. അതാണ് ഇതിനൊക്കെയുള്ള ഉത്തരം എന്ന് പറയാം. ചിലർ പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കുട്ടികൾ കളിയാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? ഒരു റാങ്ക് മേടിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് മേടിച്ചവരെ കാണിച്ചു കൊടുക്കണം. അങ്ങനെയാവുന്നുണ്ടെങ്കിൽ അതാണ് ഇതിനുള്ള മധുരമായ പ്രതികാരം എന്ന് പറയുന്നത്. അപ്പം ഈ കടപ്പാടുകൾ എല്ലാം തീർക്കാനുള്ളൊരു പ്രതിവിധിയാണ് ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് ആരാണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. സെൽമ ലാഗർലോഫ്, ദ റെനോഡ് സ്വീഡിഷ് author, was born on 20th November 1858 അവർ ജനിച്ചത്. Received a private education which was unusual for girls of her time. അന്ന് ഈ സാധാരണ പെൺകുട്ടികൾക്ക് പഠനത്തിന് സൗകര്യമില്ലാതിരുന്ന ഒരു ഘട്ടമായിരുന്നു. Later she studied the Royal Advanced Female Teachers Seminary in Stockholm from 82 to 85. ആ സമയത്താണ് റോയൽ അഡ്വാൻസ്ഡ് ഫീമെയിൽ ടീച്ചേഴ്സ് സെമിനാരിയിൽ ചേർന്ന് പഠിച്ചത്. ഷീ ടോട്ട് അറ്റ് എ സ്വീഡിഷ് ഹൈസ്കൂൾ. അത് കഴിഞ്ഞ സ്വീഡിഷ് ഹൈസ്കൂളിൽ പോയി ഫോർ ഗേൾസ് ഇൻ ലാൻഡ്സ്ട്രോൺ, സ്വീഡൻ. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിലെ ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയത് ഇവർക്കായിരുന്നു.
സെൽമ ലാഗർലോഫിനായിരുന്നു, which was awarded to her in 1909. She was also the first woman to be granted a membership in the Swedish Academyയിലെ മെമ്പർഷിപ്പ് കിട്ടിയ ആദ്യത്തെ വനിതയും കൂടിയായിരുന്നു. Two of her notable works are The Story of Gösta Berling and The Invisible Links. She passed away on 16th March 1940. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യനുകൾ നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താണ് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ എന്തെല്ലാമാണ് ഒരു ട്രെയിൻ യാത്രയിൽ കരുതുന്നത്, അതുപോലെ തന്നെ ഈ പെൺകുട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യാനിരുന്നത്, അതുപോലെ തന്നെ അച്ഛൻ്റെ അടുക്കൽ ചെന്നപ്പോൾ എന്താണ് ചോദ്യങ്ങൾ ചോദിച്ചത്, എങ്ങനെയാണ് അതിന് പരിഹാരങ്ങൾ അദ്ദേഹം ലാസ്റ്റിൽ എന്ത് റെമഡിയാണ് നിർദ്ദേശിച്ചത്, അതായത് നോബൽ പ്രൈസാണ് എല്ലാത്തിനുമുള്ള പരിഹാരം എന്ന് അദ്ദേഹം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ഇത് ഒരു അല്പസമയം 2-3 പ്രാവശ്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് കിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് സ്പീക്കേഴ്സ് വിസിറ്റ് ടു സ്റ്റോക്ക്ഹോം ഡിഫർ ഫ്രം ഹെർ ഏർലിയർ വിസിറ്റ്സ്? നേരത്തെയുള്ള വിസിറ്റ്സിൽ നിന്നും ഈ യാത്ര എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? അതായത് നേരത്തെയൊക്കെ എക്സാമിനേഷൻ സംബന്ധിച്ചായിരുന്നു യാത്ര, ഇപ്പോൾ അതല്ല, നോബൽ പ്രൈസ് വേണ്ടിയിട്ടാണ്. ഹൗ ഡു യു സ്പെൻഡ് ടൈം വെൻ യു ഗോ ഓൺ എ ലോങ് ജേർണി? അപ്പം ലോങ് ജേർണിയിൽ നിങ്ങൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കുന്നത്, കരുതുന്നത്? I thought of my father and felt a deep sorrow. What was sad at the thought of her father? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ the coaches to no longer, what is your impression of the writer's father? അപ്പോൾ റൈറ്റേഴ്സ് ഫാദറിനെ കുറിച്ച്, അതായത് അദ്ദേഹം ധാരാളം ലോട്ട് ഓഫ് ബുക്സ് വായിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെയുള്ള ഒരു വിവരമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. Coaches no longer seemed to run on rails and sleepers but glide in a space. Why does the speaker feel so? എന്തുകൊണ്ടാണ് ഈ റെയിൽസ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കടകടാ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ട്രെയിൻ മേളിലേക്ക് നമ്മൾ പോകുന്നതായിട്ട്, സ്പേസിലേക്ക് പോകുന്നതായിട്ട് തോന്നിയതും ഒക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അച്ഛൻ്റെ അടുത്ത് പോകണം, അച്ഛനെ കാണണം, എനിക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനുണ്ട്, എൻ്റെ ഒരുപാട് ഡെറ്റ്സ് ഉണ്ട്, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് നല്ല മറുപടി കിട്ടണമെന്നുള്ളത്. ഐ ഹാവ് കം ടു ആസ്ക് യു ഫാദർ ഫോർ യുവർ അഡ്വൈസ്. വാട്ട് അഡ്വൈസ് ഡസ് ദ സ്പീക്കർ റിക്വസ്റ്റ് ഓഫ് ഹിസ് ഫാദർ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു പാഠവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.